എന്താ പറഞ്ഞേ? ബോട്ടുകളുണ്ടല്ലേ? ഈ പറഞ്ഞ കറക്റ്റ് ആണല്ലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ദുബായിലെ അത്യാവശ്യം നല്ല അടിപൊളി തിരക്കുള്ള സ്പോട്ടാണ്. സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ JBR. ഞാൻ കാണിച്ചാൽ ഈ വ്യൂ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഗൈസ്, ഐൻ ദുബായ് ആണ് കാണുന്നത്. എന്താ വ്യൂ പറയാനുള്ളത്? ഐൻ ദുബായ് ആണ് കാണുന്നത്. ഇപ്പോൾ വണ്ടി ഞങ്ങൾ പാർക്ക് നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് 1 മണിക്കൂറിന് 20 ദിർഹംസാണ്. വണ്ടിക്ക് പാർക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂറിന് 20 ദിർഹംസ്. അല്ലെങ്കിൽ നമ്മൾ 100 ദിർഹംസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഹവേഴ്സ് ഫ്രീ കിട്ടും. ഇവിടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ കുറേ കോഫി ഷോപ്പുകളുണ്ട്. ഈ ഐൻ ദുബായിൻ്റെ വ്യൂ ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. എടാ നാജി, നമ്മൾ നോക്കി സാധനം ഇതാ, മറ്റേ അത് ഇതാ, ആ ലൈറ്റിങ്ങുള്ള അതുണ്ടല്ലോ. ഈ നമ്മൾ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ടില്ലേനോ? ആ ലൈറ്റ് ബ്ലൂ കളറിൽ കത്തിക്കണേ അത് അവിടെയാണ്. നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കട്ടെ. വാ, ഇതാട്ടെ സ്പോട്ട്. ആ ബോട്ടുണ്ടല്ലേ? ബീച്ചിലൂടെ അങ്ങനെ നടന്നു പോട്ടെ. ഇവിടെ കുറേ ടീം കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സെറ്റാണ് കേട്ടോ. ഓ, ഏത് സ്പോട്ട് മോനെ. അസദാ ഓട്ടുന്നു. അസക്ക് നല്ല ഇഷ്ടമാണ്. ക്യാമറമാനത്തി ഇവിടെ വരുന്നുണ്ട്, നാച്ചി. വേണ്ട, വേസ്റ്റ് ഇടണം. ഡസ്റ്റ്ബിൻ ഇതവിടെ കൊണ്ടുപോയിട്. അതവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടോ? അതിൽ ഓടി കൊണ്ടുപോയിട്ട് പോട്ടോ. ഇവിടെ അപ്പുറത്തേല് 50 റിക്വേർഡ് ഡെപ്പോസിറ്റ് റിട്ടേൺ അപ്പോൾ കീ. ഓക്കെ, ഇത് ഇതാടാ സെക്യൂരിറ്റി ലോക്കറാണ് ഉണ്ടോ. 5 ദിർഹംസാണ് ലോക്കറിന്, 50 ദിർഹംസ് ഡെപ്പോസിറ്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അസ്ബേബി, അവിടേക്ക് ഗെയിംസ് നോക്കിയാൽ ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കാനുള്ള ഗെയിംസ് ഉണ്ടോ? ആ ലാസ്റ്റിൽ കുറേ പാർക്കുകൾ. അവിടെ പാർക്കുണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. അവിടെ ബീച്ചിൽ കുറേ ആൾക്കാർ കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓ, അടിപൊളി സ്പോട്ട് ഇതാണ് കേട്ടോ. JBR ജുമേറ ബീച്ച് റെസിഡൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ JBR. നാജി ഇവിടെ ഉണ്ട്, അസയം ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ഏകദേശം ഇപ്പോൾ സമയം 7:12 സമയം. 7:12 ടൈം അതുണ്ടാവും. 7:12. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ഉണ്ട്. കുറച്ച് നേരത്തെ വരണമായിരുന്നു. എന്നാൽ സെറ്റ് ആയിരുന്നു. ബാക്കിലുണ്ട് ഇവിടെ കുളിക്കാനും കടക്കാനും എല്ലാവരും സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അസൊക്കെ വിശക്കൽ തുടങ്ങിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് സാൻഡ്വിച്ച് വാങ്ങിയത്. നമ്മൾ വണ്ടി കയറിയ സമയത്ത്, വണ്ടിയിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സാൻഡ്വിച്ച് വാങ്ങിയത്. അപ്പം ഓൾ ഏകദേശം ഉറക്കാം ആ സമയത്ത്. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട് കേട്ടോ. സ്റ്റാർബക്സ് ഉണ്ട്. ഇവിടെ കുറേ കോഫി ഷോപ്പുകളുണ്ട്, ജ്യൂസ് ബാറുണ്ട്, ജ്യൂസ് ഷോപ്പുകൾ, ചെറിയ കടകൾ ഇഷ്ടം പോലെ. ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. ഓൾമോസ്റ്റ് ഞാനിവിടെ UAE വന്നിട്ട് 8 years ആയി. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്, ഈ സ്പോട്ടിലേക്ക്. JBRൻ്റെ വേറെ 1-2 ഏരിയയ്ക്ക് വന്നിട്ട് ഷീരിയക്ക് ഫസ്റ്റ് ടൈം ആട്ടോ. ഇതാ നമ്മുടെ ബാക്കിൽ കാണുന്നില്ലേ ഐൻ ദുബായിൻ്റെ വ്യൂ, അടിപൊളി. ഇതാണ് സ്ഥലം. ഇനിയിപ്പോൾ ഓരോ കോഫി ഷോപ്പുകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. ഇത് വേറെ സ്പോട്ട് ഇട്ടടുത്ത് കുട്ടികൾക്കുള്ള ഗെയിംസ്, ടോയ്സ് ഒക്കെ ഉള്ള വേറെ സ്പോട്ട്. എന്താ ഗെയിംസിൻ്റെ സ്ഥലങ്ങൾ ഇതാ. അസ കണ്ടപ്പോൾ കളിക്കേണ്ടി വരും. അസ ബേബി, ഈ ഗെയിം നോക്കിയാൽ ഓരോ ഗെയിംസിലും കയറിയുണ്ട്. അസ ബേബി, എന്താ പരിപാടി? ഇഷ്ടമായോ? അത് ഇഷ്ടമായി. ഇവിടെ കുട്ടികൾക്കുള്ള ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പാർക്കിങ്ങിൽ 20 ദിർഹംസാണ് പെർ ഹവറിന്, 20 ദിർഹംസ്. ഓൾമോസ്റ്റ് നമ്മളെ ഇന്ത്യൻ മണി 400 റുപ്പീസ് അത്ര വരുന്നത് പെർ ഹവർ. അപ്പോൾ കറക്റ്റ് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആക്സസ് ആണ്. അല്ലെങ്കിൽ പിന്നെ മെട്രോക്ക് വരണം. മെട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആജി വന്നിട്ട് എന്താ അഭിപ്രായം? ഒരു ഐഡിയ ഇട്ടില്ല എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയണില്ല. നിങ്ങളെ പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം നേരത്തെ
അടുത്ത പ്രാവശ്യം നമ്മൾ നേരത്തെ നമ്മളെന്താ അറിയോ കുറച്ച് ലേറ്റ് ആയി പോയി കാറ് വാഷ് ഇറങ്ങിയതോ നേരം വൈകിട്ടോ അങ്ങോട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കാറ് വാഷ് ചെയ്യാം പിന്നെ ചായ കുടി ചായ നമുക്ക് മസ്റ്റാണ് പോരുന്ന വയ്ക്കുമ്പോൾ ചായ കുടിച്ചത് അതാണ് ലേറ്റ് ആയത് ഇതിൽ നമ്മൾ സ്ഥലം കണ്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇടുവരും നമ്മൾ അടുത്ത പ്രാവശ്യം സെറ്റാക്കാം ഇതാ പവർ പഞ്ച് കേട്ടോ ഡ്രാഗൺ പഞ്ചിൻ്റെ സാധനം കേട്ടത് എന്താ അസാ നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നോടേ ഇവിടെ ഒരു ഐഡിയ ഇല്ല എവിടെയാണ് എന്താണ് ഒരു ഐഡിയ ഫസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഏതായാലും നടന്ന് നോക്കട്ടെ തിരിച്ച് പാർക്കിംഗ് എത്തുമോ വണ്ടി വാ ശരി കേട്ടോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഒരു ഐഡിയ ഇല്ല കേട്ടോ വണ്ടി ഇവിടെ വർക്ക് ചെയ്ത് ഇത് എല്ലാ സ്ഥലവും ഒരേപോലെ ഇവിടെ വണ്ടി വരുന്ന നോക്കിയേ മോനെ ഏത് വണ്ടി ടാക്സി ടെസ്റ്റ് ചെയ്ത ടാക്സി ഇവിടുന്ന് അടുത്ത വണ്ടി നോക്കിയേ ഓ സീന് വണ്ടി ഏതായാലും അത്യാവശ്യം നല്ല പോർഷ ഏരിയയാണ് നന്നായിട്ട് അങ്ങനത്തെ നല്ല എക്സ്പെൻസ് പൈസ ചിലവാക്കുന്നവർക്ക് വന്നാൽ അടിപൊളിയാണ് ഇവിടെ ഓക്കെ പിന്നെ ഇവിടെ ഒരു വണ്ടി കുറച്ച് ലക്ഷറി വണ്ടികൾ വന്നു കേട്ടോ ആ ഏരിയ ഇവിടെ എനിക്കൊരു ഐഡിയ ഇല്ല ഞങ്ങൾ നേരത്തെ വണ്ടിയായിട്ട് പാർക്കിങ്ങിന് വന്നപ്പോൾ കണ്ടിരുന്നു ഇവിടെ തപ്പി നോക്കണം ഇവിടെ കണ്ടത് ഒരു ഐഡിയ ഇല്ല ഹസ്ബേബി എന്തേ നമ്മൾ ദുബായ് കാണു നോക്കി ഓ ഏത് വ്യൂ അല്ലേ ഏതെല്ലാം കുറച്ച് വിഷ്വലുകൾ നമ്മൾ കാണിച്ചിരുന്നു നല്ല വിഷ്വൽ നല്ല രണ്ട് ഏത് വണ്ടികളൊക്കെ പേര് എനിക്ക് തോന്നണേ ആ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഇതാ അവിടെ കേട്ടോ ഇതുപോലെ ചെറിയ ഓരോ കിയോസ്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഓ ക്യാപ്പിൻ്റെ ഷോപ്പ് നോക്കി നെയ്മർ CR7 മാഷ രാജ് കണ്ടേ മാഷ നമ്മൾ കണ്ടില്ല ഓ ഇതാണ് വണ്ടി നിർത്തി മറ്റേതാണ് ലംബോർഗിനി യൂറൂസ് പക്ഷേ ഇതല്ലല്ലോ വണ്ടി നിർത്തി ഏരിയ വേറെ സ്പോട്ട് തന്നെയല്ലേ അവിടെ അല്ലേ ലംബോർഗിനി യൂറൂസ് രാജ് ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാ ഓ മോനെ സീര് വണ്ടികൾ നോക്കി ഓ ഇതടുത്ത ലംബോർഗിനി ഇത് ഷോപ്പ് റെൻറ്റിൻ്റെ ഷോപ്പാട്ടോ ബെയിനോ എന്ന് പറഞ്ഞ റെൻറ്റിൻ്റെ ഷോപ്പ് അവിടെ കണ്ടങ്ങൾ എഴുതി വെച്ചിന് ഫോർ റെൻറ്റ് നോ ഡെപ്പോസിറ്റ് ഇത് റെൻറ്റിൻ്റെ ഷോപ്പാണ് ആജി വണ്ടി റെൻറ്റിന് കൊടുക്കാനുള്ളത് ആ അബിയേ ഈ വണ്ടി ഇഷ്ടമായി എനിക്ക് ഓ വണ്ടി പ്രാന്തമാർക്ക് ഇഷ്ടപ്പെടുന്നത് നാജി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്പോട്ട് കണ്ടിരുന്നു എസ്കലേറ്റർ അപ്പോൾ അത് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇന്നെ കൊണ്ട് തപ്പിക്കാം ഓ സീനാ പോണ വണ്ടി ഉറൂസ് ഇല്ല എസ്കലേറ്റർ അവിടെ ഇല്ല അവിടെ ബിൽഡിങ്ങാണ് അവൾക്ക് എങ്ങനെ എന്താ അറിയോ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീലുണ്ട് ഭയങ്കര വൈറലായ വീഡിയോ ആണ് അറൗണ്ട് 3 മില്യൺ വ്യൂവേഴ്സ് കയറിയ വീഡിയോ ആണ് ആ സ്ഥലം കിട്ടണം എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചു അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാൻ എന്നുള്ളത് ഇന്ന് ഓൾറെഡി ലൈറ്റൊക്കെ പോയി അതാണ് സീന് നമ്മുടെ ക്യാമറയുടെ വീഡിയോസ് എത്ര കണ്ട് ക്ലാരിറ്റി ഉണ്ട് എനിക്ക് അറിയില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാക്സിമം വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഇത് ഇവിടെ നടക്കാൻ തന്നെ വൈബാണ് അങ്ങനെ തന്നെ നടന്നാൽ മതി രസമാണ് ആ ഇൻസ്റ്റാഗ്രാമത്തെ സ്ഥലം നോക്കി നടക്കാണ് അത് എസ്കലേറ്റർ സീരി കണ്ടെത്തിട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ള സ്ഥലം കണ്ടെത്തി ഗൈസ് ഇത് നോക്കിയേ ഇവിടെ ദ ബീച്ച് ഈ സ്പോട്ടാണ് രാജിക്ക് വേണ്ടതെന്ന് പറഞ്ഞില്ലേ കുറേ തപ്പീന് ഏതായാലും സാധനം കിട്ടിയിട്ടുണ്ട് എസ്കലേറ്റർ ഇറങ്ങും വീഡിയോ എടുക്കും ഇതന്നെയാണ് ഇനി പരിപാടി ഏത് വണ്ടി ജീവേഗണൊക്കെ അതാ പൊട്ടിക്കണടെ പോണ സാധനം നോക്കിയേ മോനെ ലംബോർഗിനി ഇതാണ് എസ്കലേറ്റർ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ആസ് എ ബേബി ഹൗ ആർ യു ഫൈൻ എന്ന് പറയാം ഓക്കെ ആ JBR വ്യൂ കണ്ടില്ല അതാണ് ഇവിടെ നിന്നാണ് വീഡിയോസ് കുറേ ഭയങ്കര വൈറലാകാൻ ഇവിടെ വൻ തിരക്കാണ് കേട്ടോ
എല്ലാ ഇതൊക്കെ ആൾക്കാർ അവിടെ ഫുള്ള് ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരവിടെ ഫുൾ ടീമി സെയിം വീഡിയോ. എല്ലാവരും സെയിം വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. നല്ല ചൂടില്ലേ? അത് തണുപ്പാ അസുബേബി? ചൂടാ തണുപ്പോ? ചൂടാ? ഉമ്മയ്ക്ക് തണുപ്പാണല്ലോ. എനിക്കല്ല എന്താ ഉമ്മയ്ക്ക്. ഇവിടെ ഇത്രയും ആൾക്കാർ ഇതെടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇവിടെ നിന്നുള്ള ആ ഷോട്ട് വൈറലായില്ലേ, ആ ഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇവിടെയൊക്കെ ആൾക്കാർ, ഇവിടത്തെ ആൾക്കാർ. അതിനൊരു ലൈറ്റ് വരും, ആ ലൈറ്റ് വരുമ്പോൾ എടുക്കണം. അതാണല്ലോ മെയിൻ സാധനം ഗൈസ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഫേമസ് ആയ ആ സ്ഥലത്തെ വീഡിയോ ഷൂട്ടിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ വന്നാണ്ടിതാ ദ ബീച്ച് കാണുന്നില്ലേ? ഇവിടെ വന്ന് കഴിഞ്ഞാൽ പക്ഷേ നമ്മളെ വീഡിയോയിൽ ഭയങ്കര ലൈറ്റിംഗ് ആണ്. നമ്മൾ വീഡിയോ എടുത്തിട്ട് വലിയ ലൈറ്റൊന്നും കിട്ടിയില്ല. അതുപോലെ കുറേ നൈറ്റ് വിഷ്വൽസ് കണ്ടോളി. നൈറ്റ് വിഷ്വൽസ് കുറേ കാണിച്ചു തരാം. അതപ്പോൾ ഉള്ളത് ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ. ഇതേമാതിരി കുറേ കിയോസ്കുകളുണ്ട് കേട്ടോ ഇവിടെ. ലൈഫ് ഫാർമസി, പിന്നെ ബ്രാൻഡിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മളെ ബെൽമാൻ പാരീസ് ഒക്കെ അല്ലേ, ബെൽമാൻ പാരീസിൻ്റെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പം. വരുന്ന സമയത്ത് അത്ര ഫീൽ ചെയ്തില്ലേ, കാരണം വെച്ചാൽ ബീച്ച് സൈഡിലേക്കല്ലേ പോയത്. ഇവിടെ ലക്ഷറി വണ്ടികളെ കളികളാണ്, അതാണ് മെയിൻ. LS, BMW, അതിന് മുമ്പിൽ ഫെറാരി. നമ്മളാളിവിടെ ഉണ്ട് കേട്ടോ. വെള്ളം കുടിച്ചോ? ഓൾറെഡി നല്ല ടയേർഡാണ് നടന്ന്. ഇതൊരു ഫലാഫിലിൻ്റെ ഷോപ്പ് കേട്ടോ, ഓപ്പറേഷൻ ഫലാഫിൽ ഷോപ്പ്. കുറച്ച് വേറെ അടുത്ത ഷോപ്പുകൾ തന്നെ, BMW, ഫെറാരി. ഇത് സൗണ്ടാണ്. ഇഷ്ടേ കാറ്? സ്മോൾ കാറല്ലേ? അത് പറഞ്ഞത് സ്മോൾ കാറാണ്. നമുക്ക് ഇഷ്ടമായോ? അങ്ങനത്തെ ഒരു കാറ് വാങ്ങിയില്ല നമ്മൾ? ചെറിയ സ്മോൾ കാർ ഇഷ്ടമാണ്. ക്യാമറ നമ്മുടെ ഫോട്ടോഗ്രാഫറോട് നടക്കുന്നുണ്ട്. ഏത് സാധനം നോക്കി, ആശാൻ ഫുൾ വൈബിലാ. കുറേ നേരമായോ? മണിക്കൂറായോ? അപ്പോൾ നമ്മൾ കറങ്ങി, കുറച്ച് നേരം കറങ്ങി. ഇപ്പം അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടോ. ഇവിടുത്തെ റോഡൊക്കെ നോക്കി, ഞങ്ങൾ ഇൻ്റർലോക്ക് പേവ് ചെയ്തിട്ട് സെറ്റാക്കിയ റോഡുകളാണ്. നല്ല രസമുണ്ട് കാണാൻ. അതൊരു നമ്മളെ ടാർ ചെയ്താണെങ്കിൽ ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റൈൽ. ഇത് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഇൻ്റർലോക്കുകൾ പേവ് ചെയ്തിട്ടുണ്ടോ. എൻ്റെ മോനെ റോൾസ് റോയ്സ് സീന് വണ്ടികളേ, ഒരു രക്ഷയില്ലാത്ത വണ്ടികൾ കേട്ടോ. റോൾസ് റോയ്സാണ് ഇരിക്കുന്നത് മക്കളെ. അവർ നേരത്തെ റെഡ് കളർ ലംബോർഗിനി പോയിന്, അത് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. ഇവിടെ വണ്ടീൻ്റെ കളികളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ടാക്സിക്കാരുണ്ട്, ടാക്സിക്കാർ പോകുന്നുണ്ട്. ഏതായാലും രസം തന്നെ ഇവിടെ വൈബന്നെ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ലാസ്റ്റ് ഒരു ഓറഞ്ച് കളർ ലംബോർഗിനി പോകുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട് അറിയില്ല എനിക്ക്, പോയി നോക്കി, അടിപൊളി. ഇത് ഒരു ഹോട്ടലാണ്, സോഫിറ്റല്. അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സോഫിറ്റൽ ഒരു ഹോട്ടലാട്ടോ. ഇത് ബെൽമാൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബെൽമാൻ്റെ ഔട്ട്ലെറ്റ്. ഇതൊരു ബെൽമാൻ്റെ ഔട്ട്ലെറ്റാണ്. അസാണ്ടിൽ ഓടുന്നത്. അസക്ക് നടന്ന് മടുത്ത്. അപ്പോൾ നാജി ഫോണ് കൈമ കൊടുത്തിന്. അപ്പോൾ ഇരുന്നിട്ട് കാണണം, അതിന് ഓടുകയാണ് ഓള്. അവിടെ പോയി ഇരുന്ന്. ഇതിന് നേരെ ബാക്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങളൊക്കെ റെസിഡൻസ് ഏരിയ കേട്ടോ. അവിടെ നോക്കിയത് ഇവിടെയൊക്കെ അരീസ് ഡെൻ്റൽ ക്ലിനിക്ക്. ഇതാ അവിടെ ക്ലിനിക്കുകളും ഉണ്ട് ഇവിടെ. അസ ഗായ്സ്, അടുത്ത സാധനത്തിട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നോക്കിക്കോളി, വണ്ടി ഉണ്ട് മോനെ, അവിടെ നിർത്തിയിട്ടുണ്ട്. ആ കണ്ട സൂപ്പർ കാർസ്. ഇത് റെൻറ്റിൻ്റെ പരിപാടി തന്നെ തോന്നുന്നു കേട്ടോ. ഇത് റെൻറ്റിൻ്റെ പരിപാടി തന്നെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. യെസ്, ലക്ഷറി റെൻ്റൽ കാർസ്. മോനെ പൊളി സാധനങ്ങൾ. നേരത്തെ ഒരു മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലക്ഷറി കാർസിൻ്റെ. നോ അഡ്വാൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പാർക്ക് ചെയ്തിട്ട് വണ്ടികൾ. മോനെ
ഇതാണ് സാധനം, ലംബോർഗിനി. നോക്കി നിങ്ങൾ മോനെ, ഇതൊക്കെ റാപ്പ് ചെയ്ത് കളർ നോക്കി ഇതിൻ്റെ റോസ് ഫുൾ ലംബോർഗിനികൾ മാത്രം ഇവിടെ. എന്താണ് 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 എന്തേ എന്തേ എന്തോടെ തൂത്തിരുന്നത്? എന്താണ് അങ്ങ് ചെറിയ ചെയർ ഇഷ്ടമായോ? ചെറിയ ചെയർ ഇഷ്ടമായോ? ദുബായ് അതിൻ്റെക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അതിൻ്റെ വ്യൂ ആണ് വീണ്ടും കാണുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഗെയിം സോണുകളില്ലേ കുട്ടികൾ കളിക്കുന്നത്, അത് ഈ റൈറ്റ് സൈഡിലുണ്ട്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ എത്തിയത്. നമ്മളിതിനുള്ളിലൂടെ നടന്ന് പോകാൻ വിചാരിച്ചു. ഈ പവലിയൻ അവിടെ വേണ്ട അതിലൂടെ പോയേക്കുവാ. ഇവിടെ വേറെ 2-3 വണ്ടികളുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ വേറെ 2 വണ്ടികളിലേയും കാണിച്ചു തരാം. വണ്ടി മോനെ, വണ്ടി നോക്ക് വണ്ടി നോക്ക് വണ്ടി നോക്ക് ഗായ്സ്. ഏത് സാധനം. നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മളിനി നേരെ വണ്ടി എടുക്കുക. പിന്നെ ഇവിടെ പാർക്കിങ് എത്ര പൈസ എത്ര നോക്കണം. അവിടെ പേയ്മെൻറ്റ് ചെയ്യുക. നേരെ ഫുഡ് കഴിക്കാൻ പോവുക. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ വന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ എനിക്കറിയും. ഇതാ കോഴിക്കോട് സ്റ്റാറിലാണ് വന്നത്. കോഴിക്കോട് സ്റ്റാറിലെ ഫിഷ് തവ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ നമ്മൾ വേറെ സാധനം കൂടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ന് അതിന് മുമ്പത്തെ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും സാധനം ഒരു ചിക്കൻ പൊരിച്ച ചിക്കനും പിന്നെ പൊറോട്ടയും, അതും സൂപ്പറാട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പാർക്കിങ്ങിന് പൈസ കൊടുത്ത് 20 ദിർഹംസാണ്. 1 മണിക്കൂറിന് 20 ദിർഹംസ്. അത് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, നമുക്ക് ഉള്ളിൽ എത്തിയിട്ട് കാണാം. വാട്ടർമെലൻ ഇല്ല. വാട്ടർമെലൻ വേണോ? വാട്ടർമെലൻ വേണ്ട, വേറെ ജ്യൂസ് വയ്ക്കാം. വേറെ ജ്യൂസ് ഉണ്ട്. വാട്ടർമെലൻ മാംഗോ ഷേക്ക്. വാട്ടർമെലൻ വേണ്ട, ഷേക്ക് എടുക്കാൻ മതി. മാംഗോ ഷേക്ക് സ്പെഷ്യലാണ് ഇവിടുത്തെ. ഓക്കെ, ആസ് യൂഷ്വലി ഓരോ വെൽക്കം ഡ്രിങ്ക് എത്തിട്ടോ. ആ കുടിച്ചിട്ട് ബേബി ഇഷ്ടമായോ? നല്ല ഇഷ്ടമായോ? എന്താ സാധനം എന്താ? കീവിയോ? കീവിയില്ല പോണ അടുക്കെന്താ തോന്നുന്നത്? മിൻറ്റാണ് സാധനം. മിൻറ്റിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ സെയിം സാധനം തന്നെയാണ്. പപ്പൻ്റെ ഫേവറേറ്റ് അതാണ് പപ്പയും ഹോട്ടലിൽ തന്നെ പോകുന്നത്. പപ്പൻ്റെ ഫേവറേറ്റാണ്. നമുക്ക് ഇഷ്ടമില്ലല്ലോ ഇത്. ഇഷ്ടമല്ല. ഈ ഹോട്ടലിൻ്റെ പേര് അറിയാം. ഹോട്ടലിൻ്റെ പേരെന്താ? കോഴിക്കോട് സ്റ്റാർ പറഞ്ഞോ. ഇത് കോഴിക്കോടോ? കോഴിക്കോട് സ്റ്റാർ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പിന്നെ ഇവിടുന്ന് കോഴിക്കോട് സ്റ്റാറിൻ്റെ ഫുഡ് കഴിച്ചിട്ടോ. ആ ഫുഡ് രണ്ടാമത് പിന്നെ ഇങ്ങോട്ട് വേറെ സ്ഥലത്ത് പോയി ട്രൈ ചെയ്യാതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി. ഏത് കഴിച്ചാലും ഒരു 80 to 90% എനിക്ക് സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഞാൻ അസീം ഓളും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കോഴിക്കോട് സ്റ്റാറിൽ. പിന്നെ ഏതായാലും JBRലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഇവിടെ കേട്ട് ഇവിടുത്തെ ഒരു ഫിഷ് തവ ഉണ്ട്, സൂപ്പർ സാധനം. അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഓക്കെ, സാധനം വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അതല്ല സാധനം എത്തിയിട്ടോ. ഞാനിനി പാർക്കിംഗ് ഇടാൻ മറന്നുപോയി. അപ്പോൾ അതിനിടെ പുറത്ത് പോയതിന്. ഓക്കെ, അടിപൊളിയില്ലേ? വേറെ ഫിഷ് തവ നമ്മൾ കഴിച്ചിട്ട് കാണുന്നു. ഓക്കെ, അല്ല അന്ന് വേറെ എന്തോ സാധനമായിരുന്നു. ഓരോ ദിവസം വ്യത്യാസമുണ്ട്, കറി വ്യത്യാസമുണ്ട്. ഇതെനിക്ക് പപ്പക്കുള്ളതാണത്. മോനെ സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഇതെന്തിനാണെങ്കിൽ പേര് പറഞ്ഞിട്ട് ഇഷ്ടമായോ? കഴിച്ചു നോക്കിയാ ഇഷ്ടമായോ? നല്ല ഇഷ്ടമെങ്കിൽ അടുത്ത കേട്ടോ. മധുരത്തിൻ്റെ ആളാ. മധുരം കിട്ടിയാണ്. എൻ്റെ അതൊക്കെ ഇവിടുത്തെ നമ്മളെ CRM ഉണ്ട് കേട്ടോ. അർഷ് എന്ന് പറഞ്ഞ കൊയിലാണ്ടിക്കാരൻ. ഓനെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അനക്കില്ല ഇവക്ക് അസക്ക് പേര് പറഞ്ഞില്ലേ അസന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടോ.
ഫുഡൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഫുഡ്? എന്നോട് ചോദിച്ചിന് ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എന്താ ഫുൾ ഇഷ്ടമായോ? എന്താ ഫുള്ള് എന്തൊക്കെ എല്ലാം ഇഷ്ടമായോ? ഓക്കെ. ഹസനോട് നമ്മൾ ചോദിക്കണം തന്നെ എന്താ ഇഷ്ടമായത്. ഏതായാലും നമുക്ക് ഫുഡ് നല്ല ഇഷ്ടമായി. നാജിക്ക് എന്താ വെച്ചാൽ അവള് ഫിഷ് എല്ലാം കൂട്ടാത്ത ആളാണ്, അതുകൊണ്ട് അവൾക്ക് ഫിഷ് ഇഷ്ടമായിട്ടില്ല. കൈയ്യൊക്കെ വരി. നിങ്ങളുടെ ഫുഡിന് പൈസ ആയത് കേട്ടോ. മലബാരി ഫിഷ് തവ 43 ദിർഹം, ബട്ടർ നാൻ 9, ഒരു വാട്ടർമെലൺ ജ്യൂസ് എടുത്ത് ഒരു ടീ, ടോട്ടൽ 66 ദിർഹംസ്. ഓക്കെ. നമ്മൾ ചെക്കൻ അർഷേതാണ്. അവസാനം വന്നിട്ട് കണ്ടാൽ മതി. ഇവിടുത്തെ സിയാറമാണ്. നമ്മൾ പല പ്രാവശ്യം ഇവിടെ നിന്നൊരു ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സർവീസ് കഴിഞ്ഞ്. ഞാൻ പറയാൻ നിർത്തി പറയുന്നത് വെച്ചാൽ ടോപ്പാക്കി പറയുന്നതല്ല, സത്യമായിട്ട് പറയുന്ന. ഞാൻ രണ്ടാമത് മിഞ്ഞാന്ന് നമ്മൾ വന്നല്ലേ, മിഞ്ഞാന്ന് വന്ന് കഴിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരാൻ കാരണം വെച്ചാൽ ഫുഡിൻ്റെ ക്വാളിറ്റി എന്താ 90%, 100 ഏത് ഫുഡായാലും നമുക്ക് വിശ്വസിച്ച് ഓർഡർ ചെയ്യുക, കഴിക്കാം. അർഷദ് എന്തുണ്ടെങ്കിലും അർഷദനെ വന്ന് കണ്ടാൽ മതി. അർഷദേ, ഓക്കെ. അർഷദ് നാട്ടിലൂടെ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാട്ടോ. എന്തിൻ്റെ ഇവിടെ കണ്ടാൽ മതി. ഓക്കെ, എന്നാൽ ശരിടാ. കഴിഞ്ഞാ? കഴിഞ്ഞില്ല? എന്നാ സൈഡിക്ക് വാ. ഇത്രയായിട്ടുള്ളൂ? ഓക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ JBR പോയ കുറച്ച് വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ക്ലൈമറ്റും പിന്നെ നമ്മൾ എത്തിയ സമയം ഇത്തിരി ലേറ്റായി പോയി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിട്ട് ഏത് സ്പോട്ടാണെങ്കിലും അടിപൊളിയായിട്ട് നേരത്തെ ചെയ്യുന്നേക്കണം ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഏത് ഭാഗം ദുബായിൽ എവിടെയൊക്കെ എന്തിൻ്റെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ ചെയ്യുന്നേക്കാം. ഓക്കെ, അപ്പോൾ ബൈ.